ഈ പാതകളിലും പാലങ്ങളിലും ടോൾ പിരിവ് ചൂഷണമാണോ? ആയിരുന്നു. BOT എന്നാൽ ചൂഷണത്തിന്റെ പുതിയ കാല പതിപ്പായിരുന്നില്ലേ? ഞങ്ങൾ പറയും ആയിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. മദ്യം പോലെ, ലോട്ടറി പോലെ ഖജനാവിലേക്ക് പണം എത്തിക്കാനുള്ള ഉപാധിയാണ് ടോൾ. അർഹതപ്പെട്ട പണം നൽകാതെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ മുട്ടാളൻ നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണ് ടോൾ. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ ചൂഷക പട്ടികയിൽ നിന്നും ടോൾ പുറത്താണ്. അല്ലെങ്കിലും പഴയതുപോലെ കട്ടൻ ചായയും പരിപ്പോടെയും കഴിച്ച് മുറി ബീഡിയും വലിച്ചിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈബാണ്, തന്ത വൈബ്. ദേശീയപാതയിലെ ടോൾ പിരിവ് ജനത്തെ പിഴിയലാണെന്ന് വിളിച്ചു പറഞ്ഞ് സമരം ചെയ്തവരാണ് ഞങ്ങൾ. സംസ്ഥാന പാതകളിൽ ടോളേ പാടില്ലെന്ന് നിലപാടെടുത്തവരായിരുന്നു ഞങ്ങൾ. അതെ, വരുമാനത്തിനും വികസനത്തിനുമായി ഏത് നയവും എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള ആർജവമുള്ളവരാണ് ഞങ്ങൾ. ഈ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഈ ടോളിനെതിരെ ചെങ്കൊടി പിടിച്ചവർ എന്തിനാണിപ്പോൾ റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. കിഫ്ബി നിർമ്മിക്കുന്ന 50 കോടി രൂപയോ അതിന് മുകളിലോ മുതൽ മുടക്കുള്ള റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താനാണ് ആലോചന. നിലവിൽ കിഫ്ബി നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള 500 റോഡുകളിൽ 30% റോഡുകളും ഇപ്പറഞ്ഞ 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ളവയാണ്. അതായത് സംഭവം വന്നാൽ കേരളം സർവത്ര ടോൾ മയമാകും. ഇത് ചൂഷണമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അല്ല. ടോൾ ഇനി മുതൽ ചൂഷക പട്ടികയിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് വരുമാനമുണ്ടാക്കാൻ നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചാൽ പോരെ? കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന നികുതി പണമൊക്കെ പിരിച്ചാൽ പോരെ? എന്തിന് ജനത്തെ ഇങ്ങനെ പിഴിയണമെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് കൂടിയുള്ള ഉത്തരമാണ് നേരത്തെ പറഞ്ഞത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരന്റെ തീരുമാനം സംസ്ഥാനത്ത് ടോൾ പിരിവ് വേണ്ടെന്നായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അല്ല, രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ മാറ്റവും അനിവാര്യമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അല്ലെന്ന് പറയുന്നവർക്ക് നേരത്തെ പറഞ്ഞ ആ വൈബാണ്. നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര അവഗണനയിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കിഫ്ബിയിലേക്കുള്ള വരുമാനത്തിന് ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് എന്ന്. കിഫ്ബി പദ്ധതികൾ നടപ്പാക്കാൻ വൻതോതിൽ കടമെടുക്കുന്നുണ്ട്. ഈ വായ്പ കേന്ദ്രം കടപരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ കിഫ്ബി പദ്ധതികൾക്ക് സർക്കാർ പണം മുടക്കേണ്ട സ്ഥിതിയായി. നിലവിൽ ഈ ഇന്ധന സെസ്സും മോട്ടോർ വാഹന നികുതിയുടെ തുകയുമൊക്കെ എടുത്താണ് കിഫ്ബിയുടെ വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത്. ടോൾ വഴി കിഫ്ബിക്ക് വരുമാനം വരുന്നതോടെ ചെറുതാണെങ്കിലും കേന്ദ്ര നിയന്ത്രണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാകും അത്. ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പാണ് വലിയ പ്രതിരോധമാകുന്നത്. ചെറിയ ചെറിയ പ്രതിരോധങ്ങളാണ് വലിയ വലിയ വിപ്ലവങ്ങളിലേക്ക് നയിക്കുന്നത്. ശരിയല്ലേ? ഈ ദേശീയപാതയിൽ ഇപ്പോൾ ഗേറ്റ് സ്ഥാപിച്ച് കഴുത്തറത്ത് പണം പിരിക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് ഈ ടോൾ പിരിവെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ടോൾ പിരിവാണേ. ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ച് ടോൾ ഈടാക്കുന്ന രീതിയല്ല. പകരം പ്രത്യേകം ക്യാമറകൾ സ്ഥാപിക്കും. ഫാസ്ടാഗ് പോലെ ടോൾ ഈടാക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളും ഒരുക്കും. സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചായിരിക്കും ടോൾ. അതായത് ഓടുന്ന ദൂരത്തിന് മാത്രം ടോൾ ഈടാക്കുന്ന പരിപാടി. അതുകൊണ്ട് ഇത് ചൂഷണത്തിന്റെ പരിധിയിൽ വരില്ലായിരിക്കും. ദേശീയപാത അതോറിറ്റിയും ഈ പരിപാടി പ്രഖ്യാപിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. കേന്ദ്രം കേരളത്തെ മാതൃകയാക്കുകയാണ് മറ്റു പല കാര്യങ്ങളിലും. സംഗതി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ വലിയ തുക നികുതിയായി നൽകുന്ന ജനമാണ് അതേ റോഡിലൂടെ സഞ്ചരിക്കാൻ വഴിനീളെ വീണ്ടും പണം നൽകേണ്ടി വരുന്നത്. ഇത് ചൂഷണമല്ലേ എന്ന് ചോദിക്കരുത്. അതിനുള്ള ഉത്തരമാണ് നേരത്തെ പറഞ്ഞത്. ഏതായാലും സർക്കാരിന്റെ പുതിയ നീക്കം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ടോൾ പിരിക്കാൻ അനുവദിക്കില്ല. സർക്കാർ നീക്കത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. സംഭവം വലിയ വിവാദമായതോടെ ഇതു സംബന്ധിച്ച പഠനങ്ങളാണ് നടക്കുന്നതെന്നും ഉടൻ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ധനമന്ത്രി. എന്നാൽ ഇത്തരമൊരു നീക്കം അണിയറയിൽ നടക്കുന്നുവെന്ന കാര്യം മന്ത്രി തള്ളിയിട്ടുമില്ല. ഏതായാലും ടോൾ പിരിവിനുള്ള കിഫ്ബി നീക്കം വരുന്നാളുകളിൽ സർക്കാർ പ്രതിപക്ഷ പോരിലേക്കും വഴിവെച്ചേക്കാം. കാത്തിരുന്നു കാണാം.